പരമായി നമ്മുടെ ആവശ്യം എന്താണ് എന്ന ചിന്ത. എന്തിന് ഇബാദത്തുള്ളവരാണ്? അതിനുള്ള മറുപടി ഇതാണ്. മനുഷ്യന്മാരോട് എന്താണ് നിങ്ങളുടെ ആവശ്യമെന്ന് ചോദിച്ചാൽ പണം, ആരോഗ്യം, പ്രശസ്തി എന്നൊക്കെ ആളുകൾ പറയാറ്. വാസ്തവത്തിൽ അതൊക്കെ എന്തിനാണ്? സുഖത്തിനാണ്. ഇംഗ്ലീഷിൽ പറയും ഹാപ്പിനെസ്, അടിസ്ഥാനപരം. ഇനി വിദ്യാഭ്യാസം എന്തിനാണ്? വിദ്യാഭ്യാസം ആളുകൾ പറയുന്നു അത് തൊഴിലിനാണ്, നല്ല സ്വഭാവ രൂപീകരണത്തിനാണ്, വിജ്ഞാനത്തിനാണ് എന്നൊക്കെ പറയുന്നു. പക്ഷെ അന്തിമമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, എഡ്യൂക്കേഷൻ ഈസ് ഫോർ ഹാപ്പിനെസ്. വിദ്യാഭ്യാസം സുഖത്തിനും സന്തോഷത്തിനുമാണ്. ഇനി ആത്മീയ വിദ്യാഭ്യാസം എടുത്തു. ഇൽമ് എന്തിനാണ്? ഇൽമ് ഇബാദത്തിനാണ്. ഇബാദത്ത് എന്തിനാണ്? ജന്നത്തിനാണ്, അഥവാ സ്വർഗത്തിനാണ്. സ്വർഗം എന്തിനാണ്? സുഖത്തിനാണ്. പരലോകത്ത് പോകാൻ പറ്റിയ രണ്ട് സ്ഥലമുണ്ട്. അപ്പോൾ ഈ ലോകത്തും നമുക്ക് വേണ്ടത് സുഖമാണ്, പരലോകത്തും വേണ്ടത് നമുക്ക് സുഖമാണ്. അപ്പൊ വിദ്യാഭ്യാസം ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസമായിരിക്കണം? വിദ്യാഭ്യാസം അന്തിമമായി എത്തേണ്ടത് ആനന്ദത്തിലാണ്. എഡ്യൂക്കേഷൻ ഈസ് ഫോർ ഹാപ്പിനെസ്. ഇൽമും അതിന് തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മുടെ മക്കള് ഇബാദത്തുള്ള മക്കളായി മാറണമെന്നുണ്ടെങ്കിൽ അവര് ഇസ്ലാമികമായ വിജ്ഞാനമുള്ള മക്കളാവണം. ഇസ്ലാമിക വിജ്ഞാനമുള്ളവർക്ക് ഇബാദത്തുണ്ടാവുകയുള്ളൂ എന്ന് വ്യക്തമായി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിൽ ഉലമാ, എന്റെ അടിമകളിൽ ഇൽമുള്ളവർ മാത്രമേ എന്നെ ഭയപ്പെടുകയുള്ളൂ. അപ്പോൾ ഇൽമില്ലാതെ വന്നാൽ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ ഇബാദത്ത് ചെയ്യുക എന്നാണ് അവിടെ അർത്ഥം. അപ്പൊ നമ്മളെ മക്കള് ഇൽമില്ലാതെ വന്നാൽ ഇബാദത്തുള്ള മക്കളാവുകയില്ല. അതുകൊണ്ട് ഇഫക്റ്റീവ് പാരന്റിന്റെ വാദനക്ക് പറയുന്നു, മക്കള് ഞാൻ മരിച്ചാൽ എന്റെ ഖബറും പുറത്ത് വന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾ എനിക്കുണ്ടാകണമെന്ന നിർബന്ധ ബുദ്ധി നിങ്ങൾ ഓരോ രക്ഷിതാക്കൾക്കും ഉണ്ടാവണം. പക്ഷെ അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധി ഇപ്പോൾ എനിക്കുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കുക. ഇല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവാം. ആ രീതിയിലാണോ എന്റെ മകൻ വളർന്നു വരുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതായി. അപ്പോൾ നമുക്ക് ആവശ്യം എന്താണ്? ഇബാദത്തുള്ള മക്കളായി മാറും. ഇബാദത്തുള്ള മക്കൾ നമുക്കുണ്ടാകണമെങ്കിൽ അവിടെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? രക്ഷിതാക്കളുടെ നല്ല രക്ഷിതാവാകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം കുട്ടികളിൽ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുക എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ അങ്ങേയറ്റം സാധിക്കുന്നതാണ് ശീലം. ശീലം ഒരു മനഃശാസ്ത്ര വിഷയമാണ്. ഇനി വിജയിക്കണമെങ്കിൽ പോലും ശീലങ്ങളെ മാറ്റുക എന്നാണ് പറയുന്നത്. സ്റ്റീഫൻ കോവിയുടെ ഒരു പുസ്തകമുണ്ട്, 7 Habits of Highly Effective People. ഉന്നത വിജയികളുടെ 7 ശീലങ്ങൾ. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശീലങ്ങൾ നമ്മളെ വിജയിപ്പിക്കുകയും നമ്മളെ പരാജയപ്പെടുത്തുകയും ചെയ്യും. ഇതുപോലെ തന്നെയാണ് ഇബാദത്ത്. ഇബാദത്തും ശീലങ്ങൾ തന്നെയാണ്. ഒരു മനുഷ്യന് 2 തരത്തിലുള്ള പെരുമാറ്റങ്ങളാണുള്ളത്. ഒന്ന് ശീല പെരുമാറ്റം, അഥവാ നാം നിരന്തരമായി ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. മറ്റൊന്ന് നാം ആവർത്തിക്കാതെ ഇടയ്ക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പെരുമാറ്റം. ഇങ്ങനെ 2 തരത്തിലുള്ള പെരുമാറ്റങ്ങളുണ്ട്. വാസ്തവത്തിൽ നമ്മുടെ 80% പെരുമാറ്റവും ശീലിച്ച പെരുമാറ്റങ്ങളാണ്. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലേ നമ്മുടെ മക്കൾക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരുപാട് ശീലങ്ങളുണ്ട്. ആ ശീലങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കേണ്ടത് മാതാപിതാക്കളാണ്, പ്രത്യേകിച്ച് മാതാക്കളാണ്. ഉദാഹരണത്തിന് നമ്മൾ ഓരോ മുസ്ലിം വീട്ടിലും ഉണ്ടാവേണ്ട ഒരു ശീലം എന്താണ്? നേരത്തെ ഉറങ്ങി നേരത്തെ ഉണരുക എന്ന. ഒരു മുസ്ലിം എപ്പോഴാണ് ഉണരേണ്ടത് എന്ന് ചോദിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് സുബഹി അദായി നിസ്കരിക്കത്തക്ക വിധം ഒരു മുസ്ലിം എഴുന്നേൽക്കേണ്ടതാണ്. നമ്മുടെ കലണ്ടറുകളിൽ ഉദയം എന്ന് എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? സുബഹി നിസ്കാരം ഖളാഉന്നത് അപ്പോൾ ഉദയത്തോടു കൂടിയാണ്. അപ്പോൾ ഒരു മുസ്ലിം എപ്പോൾ എഴുന്നേൽക്കണം? സുബഹി അദായി നിസ്കരിക്കത്തക്ക രീതിയിലാണ് എഴുന്നേൽക്കേണ്ടത്. കുട്ടിയെ നേരത്തെ എഴുന്നേൽപ്പിക്കുക എന്നത് രക്ഷിതാവിന്റെ ബാധ്യതയാണ്. എത്ര വിളിച്ചാലും ഉണരില്ല എന്നൊക്കെ പറയുന്ന രക്ഷിതാക്കളാണുള്ളത്. വാസ്തവത്തില് ഏത് കുട്ടിയെയും എന്റെ കുട്ടിയെ സുബഹി നിസ്കരിക്കത്തക്ക രീതിയിൽ ഉണർത്തണമെന്ന നിർബന്ധ ബുദ്ധി രക്ഷിതാവിനുണ്ടാവണം. ഇനി മാതാപിതാക്കൾ തന്നെ സുബഹി നിസ്കരിക്കാത്തവരാണെങ്കിൽ കുട്ടികളെ സുബഹി നിസ്കരിക്കൂല എന്നുള്ള കാര്യം ഉറപ്പാണ്. നിങ്ങൾക്കറിയോ, ഒരു മുസ്ലിമിന്റെ ജീവിതം രാവിലത്തെ നിസ്കാരത്തോടുകൂടി തുടങ്ങണം. ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോ രക്ഷിതാക്കളും അങ്ങനെ തന്നെയാണ് ചെയ്യുക എന്ന് ഞാൻ കരുതുന്നു.
ചിലപ്പോൾ മാതാപിതാക്കൾ അങ്ങനെ തുടങ്ങുന്നുണ്ടെങ്കിലും കുട്ടികൾ പലപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്ന നിർബന്ധ ബുദ്ധി പല രക്ഷിതാക്കൾക്കുമില്ല. പിന്നെ ചില രക്ഷിതാക്കൾക്ക് കുട്ടികളെ വിളിച്ചുണർത്താൻ പോലും അറിയില്ല. അപ്പുറത്ത് 2 റൂം അപ്പുറം മുകളിലോ കിടന്നിറങ്ങുന്ന കുട്ടിയെ താഴേന്ന് ഒച്ച വെച്ച് വിളിക്കും. കുട്ടികൾ ഉണരുകയില്ല. കുട്ടിയുടെ അടുത്ത് നിന്ന് ശരീരം സ്പർശിച്ച് 2 മിനിറ്റ് തൊട്ട് വേണം അവരെ വിളിച്ചുണർത്താൻ. ഉറക്കത്തിന്റെ ചെറിയൊരു മയക്കമുണ്ടാകും. അതിന് 1-2 മിനിറ്റ് എടുക്കും. ആ സമയം അവരെ നിന്ന് അവിടെ വിളിച്ചുണർത്തി നീ പോയി ഒതുവെടുത്ത് നിസ്കരിക്കുക എന്ന് പറയാനുള്ള ബുദ്ധിയും തന്റെ ഇടവും അത് ആരുടെ ശീലമായി മാറണം? കുട്ടിക്ക് ആ ശീലമുണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യുക എന്നത് രക്ഷിതാവിന്റെ ശീലമായി മാറുകയും വേണം. ഇവിടെ നമ്മൾ കുട്ടിയുടെ ശീലത്തെ പറ്റി മാത്രമാണ് പരാമർശിക്കുന്നത്. കുട്ടിയിൽ ഇത്തരം ശീലം വളർത്തുക എന്ന ശീലം മാതാവിനും പിതാവിനും ഉണ്ടാകണം. അതും പ്രധാനപ്പെട്ടത് തന്നെയാണ്. അങ്ങനെ അതിനുശേഷം രാവിലെ കുട്ടികളോട് എന്നും ഖുർആൻ ഓതിക്കുന്ന മക്കളായി മാറണം. ഖുർആൻ ഓതുക എന്നത് കുട്ടിയുടെ ശീലമായി മാറണം. അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് വേണ്ടത്? കുട്ടി പഠിക്കാനുള്ളത് പഠിക്കട്ടെ. ഇങ്ങനെ കുട്ടിക്കും ഒരു ചിട്ട വേണം. അവിടെ നേരത്തെ ഉറക്കി നേരത്തെ ഉണർത്തുക. നേരത്തെ ഉണരണം എന്നുണ്ടെങ്കിൽ നേരത്തെ ഉറങ്ങുക എന്നത് പ്രധാനമാണ്. പക്ഷേ നേരത്തെ ഉറങ്ങുക എന്നത് കുട്ടിയുടെ ശീലം മാത്രമായാൽ പോരാ, മാതാപിതാക്കളുടെ ശീലവുമായി മാറണം. ഈ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എത്ര മണിക്കാണ് ഉറങ്ങാറുള്ളത് എന്ന് ആലോചിക്കുന്നു. എന്റെ കണക്കുപ്രകാരം ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 മണിക്കെങ്കിലും ഓരോ മുസ്ലിമും ഉറങ്ങിയിരിക്കണം. അല്ലാതെ എന്നാൽ ചുരുങ്ങിയത് 7 മണിക്കൂർ ഉറക്കം കിട്ടണമെങ്കിൽ അത് വേണ്ടി വരും. പക്ഷേ എന്റെ ഈ സംസാരം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കുക, നിങ്ങൾ ഓരോരുത്തരും എത്ര മണിക്കാണ് കിടന്നുറങ്ങാറുള്ളത്? നേരം വൈകി ഉറങ്ങിയാൽ നേരം വൈകി മാത്രമേ ഉണരാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് കുട്ടികൾക്ക് ആ ശീലം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ ആദ്യം നേരത്തെ ഉറങ്ങി നേരത്തെ ഉണരുക എന്ന സംവിധാനത്തെ പറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അതാണ് ഇഫക്റ്റീവ് പാരന്റിംഗ്. പഠിക്കണം. അവൻ ഉണരില്ല എന്ന് പറയും. അവൻ എന്തുകൊണ്ടാണ് ഉണരാത്തത്? പിന്നെ ഉണരുന്നില്ല എങ്കിൽ ഓരോ കുട്ടിക്കും ഒരു അലാം വാങ്ങി കൊടുക്കാവുന്നതാണ്. അലാം വെച്ചിട്ട് ആ അലാം മുട്ടുന്ന സമയത്ത് ആ കുട്ടി ഉണരുക എന്ന അവന്റെ ശീലമാണ്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഉണരുന്നതിന്റെ ഒരു മനഃശാസ്ത്രം. പലപ്പോഴും നാം ഉണരുമ്പോൾ ഉണരട്ടെ എന്ന് കരുതിയാണ് ഉറങ്ങുന്നത്. ആ ഉറക്കമുണ്ടായാൽ ഉണരുകയും അതേ സ്ഥാനത്ത് ഉറങ്ങുന്ന സമയത്ത് എനിക്ക് ഇത്ര മണിക്ക് ഉണരണമെന്ന നിർബന്ധ ബുദ്ധി മനസ്സിൽ വെച്ച് ഉറങ്ങി നോക്കുന്നു, എഴുന്നേൽക്കുന്നത്. ഇത് ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മളെ കുട്ടികൾ ചിലപ്പോൾ ടൂറിന് പോകാറുണ്ട്, സ്കൂളിൽ നിന്ന് കൊണ്ടുപോകാറുണ്ട്. അന്ന് നിങ്ങൾ നോക്കുക, കുട്ടി ആരും വിളിച്ചു നിർത്താതെ തന്നെ സ്വയം ഉണരുന്നതായി കാണും. അതെന്തുകൊണ്ടാണത്? എനിക്ക് ടൂറിന് പോകണമെങ്കിൽ 4 മണിക്ക് ഉണർന്നേ പറ്റൂ എന്ന് കരുതി ഉറങ്ങുന്ന കുട്ടി നേരത്തെ ഉണരും, വേണേ ഉമ്മയെ കുട്ടി വിളിച്ചുണർത്തുകയും ചെയ്യും. ഈ ഒരു ബോധത്തോടുകൂടി കുട്ടിയെ ഉറക്കുക. ഒരു അലാം ക്ലോക്ക് കുട്ടിക്ക് വാങ്ങിക്കൊടുക്കുക തന്നെ വേണം. ഇതുപോലെ തന്നെ ഇഫക്റ്റീവ് പാരന്റിംഗിന്റെ ഭാഗമായി വീട്ടിലുള്ള ഓരോരുത്തർക്കും ഓരോ ഖുർആൻ ഉണ്ടായിരിക്കും. എല്ലാവർക്കും പൊതുവെ ഖുർആൻ ഉണ്ടായാൽ പോലെ ഒരു മുസ്ഹഫ് ഓരോ കുട്ടിക്കും ഉണ്ടാവും. ആ കുട്ടിയുടെ മുസ്ഹഫിനോടുള്ള കടമ ആ കുട്ടി സ്വയം നിർവഹിക്കും. ചുരുക്കത്തിൽ രാവിലെ സുബഹി നിസ്കരിച്ച് ഓതി പ്രാർത്ഥിച്ചു തുടങ്ങുന്ന ഒരവസ്ഥ. ഇതുപോലെ തന്നെ കുട്ടികളെ നാം പരിശീലിപ്പിക്കേണ്ട ഒന്നാണ് ദുആ ഇറക്കുക, പ്രാർത്ഥിക്കുക എന്നത്. കുട്ടിയോട് ചോദിക്കന്നെ വേണം, മോനെ നീ ഉമ്മക്ക് വേണ്ടി ദുആരം, നീ ബാപ്പയ്ക്ക് വേണ്ടി ദുആരം, നീ മറ്റുള്ളവർക്ക് വേണ്ടി ദുആരം. പക്ഷെ ഇതൊക്കെ ചോദിക്കുക എന്ന് തന്നെ ചില ആളുകൾക്ക് ലജ്ജയാണ്. പലപ്പോഴും രക്ഷിതാക്കൾ എന്താ ചെയ്യുന്ന അറിയാം നിങ്ങൾക്ക്? കുട്ടിയുടെ സ്വഭാവദോഷം ഉണ്ടെങ്കിൽ ഒക്കെ മദ്രസയിലെ ഉസ്താദിനെ